ഹായ് ടു ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫാമിലിയുടെ കൂടെ ഒന്ന് ഒരു വയനാട് വരെ പോയിട്ട് വന്നാലോ? അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇതെന്താ സംഭവിക്കുന്നത്, എങ്ങനെ എവിടേക്കാണ് പോകണത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ ഓൺലൈൻ വഴിയായിരുന്നു ഈ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് റിസോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിക്ചറിൽ കണ്ടതും ഇവിടെ എത്തിപ്പെട്ടതും സംഭവം വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇൻറ്റേർണലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ഔട്ട് സൈഡൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹോഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ജംഗിൾ ഏരിയ ആയിരുന്നു, ഒരുപാട് അകത്തോട്ടായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആക്സസറീസ് മീൻസ് എമ്യൂണിറ്റീസും സംഭവങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൂളിൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട, അത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എല്ലാം ഒരുപോലെയാണ്, ആണും പെണ്ണൊക്കെ ഒരുപോലെ. അങ്ങനെ അവിടെ മാക്സിമം ഞങ്ങൾ യൂസ് ചെയ്ത്, ഞങ്ങൾ ശരിക്കും അവിടെ എത്തുന്നത് ഒരു 4 മണി സമയത്താണ്. പക്ഷേ ഞങ്ങൾ 4 മണി മുതൽ അങ്ങനെ ഡ്രസ്സ് എല്ലാവരും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ബാസ്കറ്റ് ബോളും വോളിബോളും ഒക്കെ അതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ മറ്റത്തമാർ വന്ന് കംപ്ലയിൻറ്റ് വരണ്ടാ, ഇവിടെ കുറച്ച് നായക്കളൊക്കെ വരുന്നുണ്ട്, ആകെ സീനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വലിയ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതാണ്, ഇത് നായക്കൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ്, നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യ. പിന്നെ നമുക്ക് ഫുഡ് ബാർബിക്ക് ചെയ്യാനൊന്നും സെറ്റപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആകെ ടെൻസ്ഡ് ആയി. അപ്പോൾ ഞങ്ങൾ ഈ മാനേജ്മെൻറ്റ് അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് സ്കിപ്പ് ആവണം, ഇവിടെ ഞങ്ങൾ വിചാരിച്ച പോലെ സംഭവങ്ങളൊന്നുമില്ല, അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൊണ്ട് സ്കിപ്പ് ആവണം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് ഫുള്ള് കൊടുത്തില്ല, എന്നാലും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെ കുറേ ഞങ്ങൾ സംസാരിച്ച് മാനേജറിനോടൊക്കെ സംസാരിച്ച് സംഭവം സെറ്റായി. അങ്ങനെ ഞങ്ങൾ ആ രാത്രി തന്നെ അവിടുന്ന് ഒരു 9 മണിയോട് കൂടിയിട്ട് അവിടെ ഒഴിവാക്കി, ആ റിസോർട്ട് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ അടുത്ത റിസോർട്ട് ഞങ്ങളെ കൊണ്ടുവന്ന ഡ്രൈവറുണ്ട്, ബസ് ഡ്രൈവർ. പുള്ളിക്കാരൻ ഏകദേശം ഇങ്ങനെ ടൂർ വരുന്ന ആളാണ്. ആ പുള്ളിക്ക് നല്ല പരിചയമാണ് ഈ ഏരിയ സംഭവങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയത്, ഞങ്ങൾ വന്നിട്ടുള്ള ഏകദേശം സുൽത്താൻ ബത്തേരി ഏരിയയിലോട്ടോ കേട്ടോ, വയനാടല്ല സുൽത്താൻ ബത്തേരി ഏരിയ. വയനാട്ടിൽ നിന്ന് ഒരുപാട് ദൂരം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് വേറൊരു റിസോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കൊച്ചിൻ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ അതിലോട്ട് ഞങ്ങളെത്തി. പക്ഷെ അവിടെ കിട്ടില്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ, അക്കോമഡേഷനും സംഭവങ്ങളും ഫുഡ് പിന്നെ അവർ പ്രൊവൈഡ് ഒന്നുമില്ല, നമ്മൾ ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി വന്ന സമയത്ത് അവിടെ കിച്ചണിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഈ കാണുന്നത് രാവിലെ പൊളിക്കാനുള്ള സംഭവമാണ്. അങ്ങനെ മക്കളൊക്കെ ഭയങ്കര ടയർഡായിരുന്നു, കാരണം എല്ലാവരും കുളിച്ചതിൻ്റെ പേരിലൊക്കെ എല്ലാവരും ഭയങ്കര ടയർഡായി, നന്നായിട്ട് അവിടെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ആ റിസോർട്ടിൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട്. അങ്ങനെ എല്ലാവരും നല്ല ടയർഡായിരുന്നു. നേരം വെളുത്തപ്പോൾ ഞങ്ങളെല്ലാവരും ഉറക്കണീറ്റിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ പോയി. നമ്മൾ നല്ലൊരു മൗണ്ടൈൻ ഏരിയയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചൂരൽമലയില്ലേ, അപ്പോൾ ആ മലയുടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായാലും മല എന്തോ സംഭവം ഉണ്ടായില്ലേ, വയനാട് ഉണ്ടായില്ലേ, മലയിടിച്ചിലും സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ, ആ പോർഷൻസ് കാണാൻ അപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നത്. അവിടെ പിന്നെ കുറേ തേയിലത്തോട്ടം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഈ കാണുന്ന വ്യൂ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ റെഡ് പോർഷൻസാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മലയിടിച്ചിലും സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ അവിടെയൊക്കെ പോയി പിന്നെ അവിടെ പരിസര പ്രദേശങ്ങളൊക്കെ കാപ്പിത്തോട്ടങ്ങളും അതും ഇതും സംഭവങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ ഞങ്ങൾ ഷോ കാണിക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് വളരെ രസകരമായിട്ട് ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. റൂമിലോട്ട് തിരിച്ചെത്തിയ സമയത്ത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇഡ്ഡലി സാമ്പാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്, 1-2 ആൾക്കാരല്ല, വലിയ ബസ്സിൽ ഞങ്ങളുടെ ഫാമിലി മൊത്തമാണ് പോയിട്ടുള്ളത്. പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ രാവിലെ നടത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിശന്ന് പണ്ടാറായിട്ട് വരാൻ മക്കളും ഞങ്ങളെല്ലാവരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഫുഡ് കുറവും വെള്ളം കൂടുതലാണ് ഞങ്ങളവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മക്കൾക്കായിട്ട് കിഡ്സ് പൂൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു. അങ്ങനെ മെയിനായിട്ട് ഒരു ബോളും വാങ്ങിച്ച് അടിയും കബഡിയും ഷോഡിയും അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് കളിക്കാൻ പറ്റും അതൊക്കെ വെള്ളത്തിലിട്ടിട്ട് ആർമാദിച്ച് കളിക്കുകയായിരുന്നു. പിന്നെ പണ്ടത്തെ ഏതോ കളിയുണ്ട്, മൂക്കുന്നുള്ളി പേര് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ കളിയുണ്ട്, ആ കളിയും സംഭവങ്ങളൊക്കെ ഒരു വളരെ രസകരമായിട്ട് നമ്മൾ ടീമൊക്കെ ഉണ്ട്. അങ്ങനെ ടീമൊക്കെ ഇട്ട് കളിച്ച് ടീമൊക്കെ സെറ്റാക്കി ഒരു ചാലഞ്ച് റോള് സംഭവങ്ങൾ അടിപൊളിയായിരുന്നു മാഷാ അല്ലാഹ്. പിന്നെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന സംഭവം, ഞങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പോകുന്ന ടീമുകളാണ്. ഒരു 6 മന്ത് കൂടുമ്പോഴൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ ഔട്ടിങ് പോകും, ഇതേപോലെ 2 ദിവസമൊക്കെ താമസിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് വരുള്ളൂ. അത് ഞങ്ങൾ നോർമലി ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഒരേ വൈബാണ്, അതുകൊണ്ട് ഇതിനെ കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഇങ്ങനെയും ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അവിടെ അവസാനിക്കും, അത്രേ ഉള്ളൂ. അതൊന്നും ഇങ്ങനെ ലോങ് സ്റ്റേ ആയിട്ട് പോവില്ല. അതിന് ശേഷം ഞങ്ങളത് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് 2 ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ മിസ്സായിട്ട് എൻ്റെ അടുത്ത് വരുന്ന വഴി ബസ്സിലുള്ള ചില കോപ്രായങ്ങളാണ്. നമ്മുടെ അന്താക്ഷരി കളിക്കുക, അന്താക്ഷരി അല്ല
ഡബ് സ്മാഷ് കളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ മക്കളും തത്തമാരെല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഡിന്നർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രിയസഖിയായിരുന്നു. പ്രിയസഖിൻ്റെ ഓഫറായിരുന്നു ഡിന്നർ. അങ്ങനെ ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങളതൊരു കിട്ടില്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, വേണ്ട വിധം നമ്മുടെ ആൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് വാങ്ങിച്ച് കഴിക്കൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവർക്കും എന്താണ് ആവശ്യമുള്ളത് ആ സംഭവങ്ങളൊക്കെ എല്ലാവരും ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് ഡിഷുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ അടിപൊളിയായിട്ട് ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ സന്തോഷമായിട്ട് അവിടുന്ന് പിരിഞ്ഞു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ നമ്മൾ 1-2 സ്ഥലങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ടേക്ക് കെയർ. ബൈ.